നമസ്കാരം. പാകിസ്ഥാനിൽ 200ഓളം വർഷം പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രം ആക്രമിക്കാനെത്തിയ സംഘത്തെ തടഞ്ഞുകൊണ്ട് ഹിന്ദുമത വിശ്വാസികൾ ഖൈബർ പഖ്തൂൺഖയിലെ സ്വാബി ജില്ലയിലെ രഞ്ജർ തഹസിൽ ദാഗായ് ഗ്രാമത്തിലാണ് ഈ 200 വർഷത്തോളം പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലാമിസ്റ്റുകൾ ക്ഷേത്രം പൊളിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഗ്രാമത്തിലെ ഹിന്ദുക്കൾ സംഘടിച്ചെത്തി ഈ ക്ഷേത്രത്തിന് സംരക്ഷണം ഒരുക്കുകയായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം ചർച്ചയാക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കും സിഖുകൾക്കും നേരെ വലിയ രീതിയിലുള്ള പ്രകോപനപരമായ ചില പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ ഹിന്ദു സിഖ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സ്വത്തുക്കളുടെ മൂല്യവും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളും സിഖുകളും ഒക്കെ അവരുടെ സ്വത്ത് പെട്ടെന്ന് തന്നെ കിട്ടുന്ന തുകയ്ക്ക് വിറ്റഴിക്കുന്നുമുണ്ട്. എന്തായാലും 20ഓളം ഹിന്ദു സിഖ് കുടുംബങ്ങൾ പെഷാവറിൽ നിന്നും കുടിയേറിയിട്ടുണ്ട് എന്നാണ് പാക് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്നാൽ ഇവർ വസ്തു വിൽക്കാൻ നീക്കം നടത്തിയപ്പോഴാണ് നേരത്തെ 2 കോടി രൂപയോളം മൂല്യമുണ്ടായിരുന്ന വസ്തുവിന്റെ മൂല്യം ഇടിഞ്ഞ് വന്നിരിക്കുന്നത്. ഒരു സിഖ് കുടുംബമാവട്ടെ തങ്ങളുടെ 2 കോടി വിലമതിക്കുന്ന സ്വത്ത് 1.35 കോടി രൂപയ്ക്കാണ് വിറ്റഴിച്ചത്. അങ്ങനെ ന്യൂനപക്ഷത്തിന് നേർക്ക് ഇന്ത്യയിൽ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുറുകുമ്പോൾ പാകിസ്ഥാനിൽ പ്രതിഷേധവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെ കടന്നു കയറിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവർ കാണിക്കുന്നതും. പക്ഷേ ഇതിനെ ഇപ്പോൾ ഒന്നിച്ചു നിന്ന് ചെറുക്കാനുള്ള ഒരു ധൈര്യം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.